മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബുൽ കലാമി ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളാണ് ഇവ നാലും. ഈ സൂര്യൻ ഉദിച്ച് വെട്ടം പകർന്ന ഭൗതിക ലോകത്ത് ആളുകൾക്ക് സ്വാർത്ഥമായതും വിശിഷ്ടമായതും എന്തൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ 4 വചനങ്ങളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വചനങ്ങൾ, ശ്രേഷ്ഠ വചനങ്ങൾ. ഈ 4 ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഒരു ഹദീസിന്റെ ഭാഗം ഇവിടെ കേൾക്കുകയുണ്ടായത്. യതആതഫ്ന ഹൗലൽ അർശി എന്നാണ്. ഈ 4 വചനങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഈ 4 വചനങ്ങൾ അള്ളാഹുവിന്റെ അർശിന് ചുറ്റിലേക്കും ചായുകയും അള്ളാഹുവിന്റെ അർശിനെ ചുറ്റുകയും ചെയ്യുമെന്നാണ്. യദ്കുർന ബിസാഹിബിഹി എന്നാണ്. മാത്രമല്ല ഈ 4 വചനങ്ങൾ ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഈ 4 വചനങ്ങൾ ഈ ചൊല്ലിയവനിൽ നിന്ന് മാനം കയറി അർശിങ്കലെത്തി, അർശിങ്കൽ അത് ചുറ്റി ഇത് ചൊല്ലിയവനെ അവിടെ പ്രശംസിച്ച് പറയുമെന്നാണ് തിരുമൊഴിയിൽ നമ്മൾ വായിക്കുന്നത്. അത്ര ശ്രേഷ്ഠ വചനങ്ങളാണ് ഈ 4 വചനങ്ങൾ എന്നുള്ളത്.